ഹായ്, നമസ്കാരമുണ്ട്. മുബശ്ശറാണ്. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് അത്ര വലിയ ഹാപ്പി ലെവലൊന്നുമല്ല. എന്താ വെച്ചാൽ ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കുറേ ഏജൻസികളും പെടുന്ന കേസുകളൊക്കെ, പ്രത്യേകിച്ച് ദുബായ് ബേസ് ചെയ്തിട്ട്. അങ്ങനെ ദുബായ് ബേസ് ചെയ്തിട്ട് ഒരാൾ നമ്മുടെ നാട്ടിൽ പെട്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് ആൾ അത്ര സങ്കടം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ തന്നെ പറഞ്ഞാണ് ഇനി പുതിയൊരാൾക്ക് അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ പോകുന്നൊരു ഐഡിയ കിട്ടിക്കോട്ടെ, അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എന്താ ഉണ്ടായത് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങളൊന്ന് യൂട്യൂബിലെ വീഡിയോയിലൊക്കെ ഒന്ന് ഇടണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ആൾക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ്, നമുക്ക് ആളോട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പേരെന്തായിരുന്നോ? എൻ്റെ പേര് മഹേഷ്. മാഷ, ഞാൻ ചോദിക്കുകയാണ് എന്താണ് മാഷ ഉണ്ടായത്? അതായത് നീ ഇപ്പം പേപ്പർ വർക്ക് വെച്ചു, ഇപ്പം പിടുത്തം വിട്ട് നിൽക്കുകയാണ് അല്ലേ? അതെ അതെ. അപ്പോൾ എന്താണ് മാഷ സത്യത്തിൽ ഉണ്ടായത്? എത്ര സമയമായി ഇത് തുടങ്ങിയിട്ടൊന്ന് പറയാം ആദ്യം. ചേട്ടാ, ഇതിപ്പം തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 2023 ജൂലൈ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് ഞാൻ വർക്ക് പെർമിറ്റിന് വേണ്ടി ഇത് അപ്ലൈ ചെയ്തത്. സൈബിസ് ലൈൻ ടൂറിസം എന്ന് പറഞ്ഞ ഓഫീസ് വഴിയാണ് ദുബൈയിൽ. അത് CLT എന്നാണ് അതിന്റെ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. CLT എന്നാണ് അതിന്റെ ആ ഓഫീസിന്റെ പേര്. ഞാൻ അങ്ങനെ അതില് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, പുള്ളിയെ കൊണ്ട് ഞാൻ ഈ ഓഫീസിന്, പുള്ളി ദുബൈയിലാണ്, പുള്ളിയെ കൊണ്ട് ഞാൻ ഇത് അന്വേഷിപ്പിച്ചു. അപ്പൊ ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫീസ് അവൻ ചെന്ന് കണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പോയി കണ്ടായിരുന്നു, ഞാൻ അവരെ വിളിച്ചായിരുന്നു, എന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടു, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവന്റെ ഇതും കൂടെ കേട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന്റെ വാക്കിന്റെ പുറത്താണ് ഞാൻ ഈ ഓഫീസ് ഇതിന്റെ ഞാൻ ഫേസ്ബുക്ക് വഴി ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതില് ചെന്ന് ഞാൻ അതില് ഒരു ആളുടെ പേര്, വ്യക്തിയുടെ പേര്, ഒരു ലേഡിയാണ്. പിന്നെ അവര് മുഖാന്തരം അവരുടെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് തന്നായിരുന്നു. അത് പിന്നീട് തന്നത്. പിന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളെല്ലാം എൻ്റെ റെക്കോർഡാണ്. പിന്നെ അവര് പറഞ്ഞത് ജെന്യൂനാണ്, ഞങ്ങളത് ഇങ്ങനെയാണ്, തട്ടിപ്പല്ല, ഞങ്ങൾ എത്ര മാസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അപ്പോഴ് പെരുന്നാൾ ടൈമാണ്, ചെറിയ പെരുന്നാള് ടൈമാണ്. അപ്പൊ ഇവര് ഒരു ഓഫർ ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240. മറ്റേത് അല്ലാതെ നമ്മൾ ഒരു വർക്ക് പെർമിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവര് പറയണമെന്ന് പറഞ്ഞാൽ 280, 290 വരെ പോകും. അത് ഈ പെരുന്നാളിന്റെ ഓഫറിനാണെന്നുണ്ടെങ്കിൽ അവര് പറയണമെന്ന് പറഞ്ഞാൽ 240 നമുക്ക് തരാമെന്നും പറഞ്ഞിട്ടാണ് ഇവര്. ഇത് ഏത് രാജ്യത്തേക്കായിരുന്നോ? ഏത് രാജ്യത്തേക്കായിരുന്നത്? അത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ പേപ്പർ ദുബായിന്ന്, നീ നാട്ടില് അല്ലേ? അതെ അതെ. നിന്റെ ഫ്രണ്ട് വഴി അവിടുന്ന് കൊടുക്കാൻ നോക്കി. പിന്നെ നമ്മളെ കാണുന്ന വ്യൂവേഴ്സിനോട് ഞാൻ പറയാണ്, അവന് ഈ പേര് പറയാൻ, ഫ്രണ്ടിന്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. അതെ അതെ മാഷ, ഞാൻ ഓക്കെ ഞാൻ വ്യൂവേഴ്സിനോട് പറയാണ്, അതായത് നിന്നോടല്ല. അതായത് ഇവൻ പറയണത് വെച്ചാൽ, മാഷ് പറയണത് അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്തു, അവൻ കയറി. അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞാൽ നാളെ അവൻ്റെ നാട്ടിലും അപ്പോൾ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് പറഞ്ഞതാവും. അപ്പോൾ അവനതൊരു പ്രശ്നം ഉണ്ടാച്ചിട്ടാണ് പറയാത്തത്. രണ്ടാമത്തെ കേസ് അവൻ പറഞ്ഞു സ്റ്റാഫുകളുടെ പേര്, ഈ ദുബായിലായാലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പേര് അവൻ അറിയായിട്ടല്ല, അവൻ പറയാത്തത് എന്താ വെച്ചാൽ ആ സ്റ്റാഫുകൾ നമ്മളെ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് കയറി ചെന്നതാവും. അവരിപ്പോൾ നാളെ അവിടെ നിന്ന് ഇറങ്ങി ഇതിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ഇറങ്ങിപ്പോയാൽ ഈ വീഡിയോ നാളെ ആ പെണ്ണിനോ അല്ലെങ്കിൽ ആ ചെക്കനോ ബാധിക്കേണ്ട വെച്ചിട്ടാണ് ആ പേരും പറയാത്തത്. ഇതിൽ പേര് പറയേണ്ട ആൾക്കാർ, ഇത് നടത്തുന്ന ആൾക്കാരുടെ പേരും ഈ കമ്പനീൻ്റെ നെയിമാണ്. ഈ കമ്പനീൻ്റെ നെയിം എന്താ ഈ പറഞ്ഞത്? ഇവർ നടത്തുന്ന ഏജൻസി സൈബിസ് ലൈൻ എന്നാണ് അതിന്റെ കമ്പനിയുടെ പേര്. CLT എന്ന് പറയും. ഇത് ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്കിൽ CLT എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിനക്കിപ്പോ എത്ര എമൗണ്ട് പോയി ഇവര് കാരണം? ഇപ്പൊ പോയി കിടക്കണേ ഇവര് കാരണം മൊത്തത്തിൽ ഇപ്പൊ അയക്കുന്നത് എനിക്ക് 2,90,000 റുപ്യ ഇപ്പൊ പോയി കിടക്കാണ്. എന്താ ഇപ്പൊ സിറ്റുവേഷൻ നിന്റെ? അതായത് പേപ്പർ വന്നോ, സബ്മിറ്റ് ചെയ്തോ, എന്തേലും ആയോ? എന്റെ വർക്ക് പെർമിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവര് വർക്ക് പെർമിറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ഈ തരണേന് മുന്നേ ഈ ഫുൾ പേയ്മെന്റും ഇവര് മേടിക്കുന്നതിന് മുന്നേ അവര് മേടിച്ചത് നമ്മുടെ യൂണിമണി വഴിയാണ് ഞാൻ അയച്ചു കൊടുത്തത്. അതിന് അവര് ഇൻവോയ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഇവര് എഗ്രിമെന്റും തന്നിട്ടുണ്ട്, ഇവരുടെ ഓഫീസിന്റെ എഗ്രിമെന്റും തന്നിട്ടുണ്ട്. പിന്നെ
ഇവര് കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു ലേഡിയാണ്. ആ ലേഡി വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്റെ വൈഫിനോട് തമ്മിൽ ഇതെല്ലാം റെക്കോർഡാണ്. അപ്പൊ പറഞ്ഞു ഞങ്ങൾ ജെന്യുവനാണ്, പുള്ളി കൊച്ചിക്കാരിയാണ്, കൊച്ചി ലുലുമാളിന്റെ അടുത്തുനിന്ന് എന്താണ് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഈ കുട്ടി പറഞ്ഞതിന് ശേഷം ഇവര് പറഞ്ഞതിന് ശേഷം വീണ്ടും എന്നെ നിരന്തരം വിളിച്ചോണ്ടിരിക്കുകയും പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഇത്രയും പെട്ടെന്ന് ഈ ഓഫറിന് കിട്ടുകയാണ്, ഈ പെരുന്നാളിന്റെ ഓഫറിന് കിട്ടുകയാണ്, അപ്പൊ ചേട്ടൻ അത് പെട്ടെന്ന് എന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും എന്നെ വിളിച്ചോണ്ടിരുന്നു. ചേട്ടാ ആദ്യത്തെ പേയ്മെന്റ് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, ആദ്യത്തെ പേയ്മെന്റ് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേയ്മെന്റ് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുത്തെ നാട്ടിലത്തെ 90 ഞാൻ ആദ്യം അയച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് അതിന്റെ കോപ്പി അവർ അയച്ചു തരും. ഒറിജിനൽ തന്നതിന് മുന്നേ കോപ്പി അയച്ചു തരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി പേയ്മെന്റ് ഫുള്ള് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ രണ്ടാമത് 3 പ്രാവശ്യമായിട്ട് ഞാൻ ചെയ്തു. 3 പ്രാവശ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് 5000 ടാക്സ്, 5000-ന് മേളിൽ ടാക്സ് കയറിയും. അങ്ങനെ അവര് ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്യിക്കാൻ വേണ്ടി അവര് നോക്കാൻ എനിക്കൊരു സംശയം തട്ടിയതിന്റെ പേരിൽ ഞാൻ വിചാരിച്ച് നോക്കാം. പിന്നീട് അപ്പം ഇവർ ഇൻവോയ്സ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് തരുന്നു. പിന്നെ ഇവിടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ എഗ്രിമെന്റ് തന്നു. എന്നെ കൊണ്ട് തിരിച്ച് സൈൻ ചെയ്യിപ്പിച്ച് ഇവര് തിരിച്ച് മേടിച്ചു. എന്നിട്ട് അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തിനകത്ത് അതിനകത്ത് കിട്ടും. കാരണം ഈ ഓഫർ കിടക്കണമെങ്കിൽ ചിലപ്പോൾ 1 മാസത്തിനകത്ത് തന്നെ കിട്ടും. പക്ഷെ 1 മാസത്തിനകത്ത് തന്നെ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. പക്ഷെ ഞാൻ എന്റെ പ്രിയ സുഹൃത്തുക്കളോടും ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയണം, ഒരു കാരണവശാലും ഈ ദുബായ് ഏജൻസി വഴി ആരും ഇതിൽ ചെന്ന് തല വെച്ച് കൊടുക്കരുത്. ദുബൈയിലല്ല, ഇപ്പൊ നാട്ടിലും ഇതിനെക്കാട്ടിയും നിയമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പെട്ടു നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം നല്ല പോലെ കടത്തിലാണ്. എനിക്ക് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ഒന്ന് എന്റെ വീട് സംബന്ധമായിട്ട് പ്രശ്നമുണ്ട്. പിന്നെ എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, പാർക്കിസോൺ. അമ്മക്ക് സുഖമില്ലാന്നാണ് പറഞ്ഞേ? അമ്മക്ക് സുഖമില്ലാണെന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് സുഖമില്ലാത്തത് കിടപ്പിലാണ്, പാർക്കിസോൺസാണ്. അപ്പം ഞാൻ ആകെ ഈ കഷ്ടപ്പെട്ട് ഞാൻ പലരെയും എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് അവരുടെ വൈഫിന്റെ ഒക്കെ സ്വർണ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഓഫീസിന് വേണ്ടി കൊടുത്തത്. ഈ കൊടുത്ത് ഇതിപ്പോ ഇങ്ങനെ ആയി നിൽക്കണം. എനിക്ക് വർക്ക് പെർമിറ്റ് അവർ അയച്ചു തന്നു. ഈ വർക്ക് പെർമിറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് വർക്ക് പെർമിറ്റില് പിന്നെ ഇവര് തരുന്ന ആളെന്ന് പറയുന്നത് ഇവര് VFS ചെയ്തു തരത്തില്ല. മെയിനായിട്ട് ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ VFS ടിക്കറ്റ് നിങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്യണം. ഈ VFS ടിക്കറ്റിന്റെ കേസും നമ്മൾ അറിഞ്ഞുകൂടാത്ത എന്താന്ന് പറഞ്ഞാൽ ഈ വർക്ക് പെർമിറ്റ് മാത്രമേ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അവർക്കറിയാം ഈ വർക്ക് പെർമിറ്റ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നാട്ടിൽ നിൽക്കുന്നവന് പോകാൻ പറ്റത്തില്ല. ഈ വർക്ക് പെർമിറ്റ് ജെന്യൂൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്കും അറിയത്തില്ല. നമ്മൾ ഇത് കൊണ്ടുവന്ന് എംബസി നമുക്ക് ഡേറ്റും കിട്ടത്തില്ല. ഇതിപ്പോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാനിപ്പം എന്റെ പ്രിയ സുഹൃത്തുക്കളടുത്ത് ഞാൻ പറയുന്നതാണ്, ഇതിന്റെ ബാക്കിലോട്ടുള്ളത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ജെന്യൂൻ ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകാം. പൈസ കൊണ്ടൊന്ന് കൊടുക്കാനോ ഇതേപോലെ ഇത് നല്ലൊരു പറ്റിക്കുന്ന സംഘങ്ങളാണ് ഈ ദുബൈയിലുള്ളത്. പിന്നെ മെയിനായിട്ട് ഇവര് ഫസ്റ്റിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളിയായിരിക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. അവര് നമ്മളെ ഫസ്റ്റ് പേയ്മെന്റ് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ലേഡി കാണത്തില്ല. പിന്നെ വരുന്നത് ജെൻസ് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പം അവര് കഥ പറയുന്നത് എന്താണ്, അത് പ്രഗ്നന്റ് ആയി നാട്ടിൽ പോയി എന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എന്റെ കൂടെ ഉള്ളതല്ല, എന്നെ പോലെ വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു. ഒരു പയ്യന്റെ പേര് എനിക്ക് പറയാൻ ഇപ്പൊ പറ്റത്തില്ല. അവന് എറണാകുളത്തുള്ളതാണ്. ആ പയ്യനും ഇതേപോലെ തന്നെ സെയിം അവന്റെ വിസയ്ക്കും അവനും ഇതേപോലെ സെയിം അവന്റെ പൈസ പോയി. അവനെയും ഇതേപോലെ ഒരു ലേഡിയാണ് വിളിച്ചത്. ഇവരുടെ ഓഫീസിലുള്ള ഒരു ലേഡിയാണ് വിളിച്ചത്. ഇതേപോലെ തന്നെ വീണ്ടും ഒരു കഥ ഇറക്കി പറഞ്ഞു. എന്നിട്ട് എറണാകുളത്ത് നിന്ന് വിളിച്ച ആള് അവന്റെ അല്ല, ആ എറണാകുളത്തു നിന്നുള്ള പയ്യനും ഇതേ സെയിം അവസ്ഥ, എന്റെ അതേപോലത്തെ അവസ്ഥയാണ് വന്നത്. അവനും ഇതേപോലെ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഇതേപോലെ സെയിം പൈസ മേടിച്ചിട്ട് ആ ലേഡി പറയുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിൽ അച്ഛന് സുഖമില്ലാകണം. അങ്ങനെ ആ ഒരു കഥയിൽ ആ ലേഡി പോയെന്നാണ് പറയണത്. വീണ്ടും ഇതേപോലെ തന്നെ വേളാങ്കണ്ണിയിലുള്ള ഒരു തമിഴാണ്. പുള്ളിക്കാരൻ്റെ 4 ലക്ഷം രൂപയാണ് മേടിച്ചത്. അതും
വേളാങ്കണ്ണിയിലുള്ള ഏജൻസി ഇവരുമായിട്ട് ടൈപ്പ് ചെയ്തതാണ് മേടിച്ചേക്കുന്നത്, പൈസ മേടിച്ചേക്കുന്നത്. ആ പുള്ളിയെ വിളിച്ചത് ഒരു ലേഡിയാണ്. ഈ ഇതേപോലെ ഓരോരുത്തരും ഓരോ പേരിലാണ് വിളിക്കുന്നത്. പേരിൽ വിളിച്ചിട്ട് അവരുടെ കഥ എന്ന് പറയുന്നത് അതും ഇതേപോലെ തന്നെ പറഞ്ഞു വന്നതിന് ശേഷം ലാസ്റ്റ് അത് അമ്മയ്ക്ക് സുഖമില്ലാതെ നാട്ടിപ്പോയി. ചോദിക്കുമ്പോഴെല്ലാം മൂന്ന് പേർക്കും നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ്. ഓരോരുത്തർ ഞാൻ പറഞ്ഞത് ഈ 3 പേരും 3 ഡിഫറെന്റ് ആയിട്ടാണ് ഇവര് പറഞ്ഞത്. 3 പേര് 3 പേരെന്നും ഇതേപോലെ പൈസകൾ വാങ്ങിച്ചു. ഫസ്റ്റ് പേയ്മെന്റ് അത് കയ്യിൽ വന്നതിന് ശേഷം പിന്നെ ആള് മാറുകയാണ്. പിന്നെ അടുത്ത് ജെൻസാണ് വിളിക്കുന്നത്. മനസ്സിലായി. ആ പുള്ളിയുടെ പേര് എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല. ഇവരുടെ ഓഫീസിലുള്ള ഒരു ജെൻസാണ് വിളിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ മേടിച്ചു. ഇതാ ഈ പറയുന്ന ആളാണ്. എനിക്ക് ആദ്യം ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം വിളിച്ച ലേഡിയിൽ നിന്ന് ഞാൻ ഫോട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ID കാർഡ് ഫോട്ടോ ഒക്കെ. എനിക്ക് ID കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ID വെച്ചുള്ള ഇവരുടെ ഓഫീസിന്റെ പേരൊക്കെ വെച്ചുള്ള ഒരു ID കാർഡാണ്. അത് ഞാൻ മേടിച്ചായിരുന്നു. അത് മേടിച്ചത് കൊണ്ട് ഞാൻ അത് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ ലേഡി അവിടെ ഉണ്ടോ, ഈ ലേഡിയാണ് എന്റെ ക്യാഷ് മേടിച്ചത്, എനിക്ക് റീഫണ്ട് തിരിച്ച്, എനിക്ക് വർക്ക് പെർമിറ്റ് വേണ്ട, എനിക്ക് തിരിച്ച് എന്റെ ക്യാഷ് തിരിച്ചു തരണം. അത് ആ ലേഡി നാട്ടിൽ ഞാൻ അത്യാവശ്യമായിട്ട് പോയേക്കാണ്. അപ്പൊ അവര് പ്രഗ്നന്റ് ആയിരുന്നു. അത് അങ്ങനെ നാട്ടിൽ പോയേക്കാണ്. ഇപ്പം ഞങ്ങളാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ സാറിന് എന്താണ് വേണ്ടത്? സാറിന്റെ വർക്ക് പെർമിറ്റ് അല്ലേ? സാറിന്റെ വർക്ക് പെർമിറ്റ് ഉടനെ തന്നെ കിട്ടും. 2 ദിവസം 2-3 ദിവസത്തിനകത്ത് കിട്ടും. ഞാൻ മാമുമായിട്ട് ഇത് പറയുന്നത് എല്ലാം ഇങ്ങനെയാണ്. മാമുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഒരു മാം എന്ന് പറയുന്ന ആളുണ്ട്. പാകിസ്ഥാനിയാണ്. പാകിസ്ഥാനിക്കാരിയാണ്. പുള്ളിയുടെ പേരും എനിക്കിപ്പോ പറയാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പുള്ളിക്കാരിയെ ഞാൻ വിളിച്ച് എന്റെ അമ്മയുടെ വീഡിയോ വരെ എന്ന് പറഞ്ഞാൽ കൈ വിറച്ച് ഇവിടെ കിടക്കുന്നത്, പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോണ അവസ്ഥയും 15 ലക്ഷം ശ്രീചിത്രയിൽ പറഞ്ഞതാണ് എന്റെ അമ്മയ്ക്ക്. ഇതിന്റെ അവസ്ഥ ഓർത്താണ് ഞാൻ ഇത് പലരെയും കടം മറിച്ച് പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എന്റെ വീട് ചോർന്നൊലിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അമ്മയെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഇപ്പൊ ഞാൻ ആൾക്കാരെ മുമ്പ് ഇപ്പം അവർക്ക് ക്യാഷും കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരെയൊക്കെ അടുത്ത് ഞാൻ സങ്കടം പറയേണ്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളടുത്തും എല്ലാവരോടും ഞാൻ പറയണം, ഒരു കാരണവശാലും ഈ ദുബായ് ഏജൻസിക്കോ അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള നിങ്ങൾ അറിഞ്ഞിട്ടാതെ ഒരു ഇതിലും കൊണ്ടുവന്ന് നിങ്ങൾ തലവെക്കരുത്. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഇവര് പിന്നെ കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഒരു വർക്ക് പെർമിറ്റ് എനിക്ക് പെട്ടെന്ന് അയച്ചു തന്നു. വർക്ക് പെർമിറ്റ് അയച്ചു തന്ന 4 ദിവസത്തിനകത്ത് വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷം ഇവര് ആ വർക്ക് പെർമിറ്റിന്റെ ഒരു കോപ്പി മാത്രം, ആ കോപ്പിയുടെ മറ്റേ ആ നമ്പരെല്ലാം അവർ കട്ട് ചെയ്തു. മെയിനായിട്ട് ഉള്ള നമ്പറുകളെല്ലാം കട്ട് ചെയ്തിട്ടാണ് അവരെനിക്ക് ആ കോപ്പി അയച്ചത്. എന്നിട്ട് ബാക്കി പൈസ ഇടാനാണ് പറഞ്ഞത്. ബാക്കി പേയ്മെന്റ് ഞാൻ ഇട്ടു. അതിന്റെ ഇൻവോയ്സ് അയച്ചു കൊടുത്തു. ഇതെല്ലാം ചെയ്ത് അവര് എനിക്ക് ഇൻവോയ്സ് അയച്ചു തന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് വർക്ക് പെർമിറ്റ് അവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. യൂറോപ്പിൽ നിന്ന് അവര് ഡെലിവറി അവിടെ നിന്നുള്ള ഇതാണ് ഡെലിവറി. നിങ്ങൾക്ക് എന്തോ ഇത് സ്പീഡ് എന്തോ ഇത് അതെ അങ്ങനെയുള്ള ഇതിലാണ് വന്നേക്കുന്നത്. അത് വന്ന് ഞാൻ അതിന്റെ ഫോട്ടോയും ഡീറ്റെയിലും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നമ്മൾ കിട്ടിയ അന്ന് തൊട്ട് ഞാൻ എല്ലാം ഫോളോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് ഒരു സംശയം പോലെ ആയിരുന്നു. പക്ഷെ വർക്ക് പെർമിറ്റ് ഞാൻ വാങ്ങിച്ചു നോക്കിയപ്പോ അതിനകത്ത് സ്റ്റാമ്പ് കാര്യങ്ങൾ സീലൊക്കെ അതിനകത്ത് അടിച്ചേക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇതിനെ കൊണ്ടുവന്ന് ജെന്യൂനായിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് എന്താ ഞാൻ പറയാൻ പറ്റും. അവര് അവിടെ നിന്ന് ഒരു നമ്പർ തന്നായിരുന്നു. നാട്ടിലുള്ള അങ്കമാലിയിലുള്ള പുള്ളിക്കാരന്റെ പേര് ഞാൻ പറയുന്നില്ല. അങ്കമാലിയിലുള്ള ഒരു ഇത് VFS എടുക്കുന്ന ഒരു മലയാളിക്കാരന്റെ നമ്പർ ഇവർ അയച്ചു തന്നു. ഇവരുടെ ഏജന്റ് ആണെന്നാണ് പറഞ്ഞത്. ആ പുള്ളിക്കാരനായിട്ട് സമീപിച്ചാൽ നിങ്ങൾക്ക് VFS എടുത്ത് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പുള്ളിക്കാരനെ ഫോളോ ചെയ്ത് പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മഹേഷ് നിങ്ങളുടെ ഇത് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അത് അയച്ചു കൊടുത്തു. ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് 2200 രൂപ 2300 രൂപ ഞാൻ കൊടുത്തു, പുള്ളിക്കാരന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് VFS ഡേറ്റ് എടുത്ത് തന്നത്, അപ്പൊ VFS ഡേറ്റ് എടുത്തത് സീസണൽ വർക്ക് പെർമിറ്റിന് എനിക്ക് എടുത്തു തന്നത്, ലോങ് ടൈം വർക്ക് പെർമിറ്റിന് എനിക്ക് സീസണൽ വർക്ക് ഇതാണ് എടുത്തു തന്നത്. ഷോർട്ട് ടൈം അതാണ് 3 മാസത്തേക്കുള്ള എന്താണ് എടുത്തു തന്നത്. ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ. ഇത് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു സംശയം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു,
ചേട്ടാ ഇത് 3 മാസത്തെ ഇതല്ലേ, മറ്റേത് ലോങ് ടൈം അല്ലേ, അത് 9 മാസത്തെ ഇതല്ലേ എന്റെ വർക്ക് പെർമിറ്റ്, അത് കുഴപ്പമില്ല, ഇത് പ്രശ്നമില്ല, ഇതില് ആൾക്കാർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് ചെയ്യിപ്പിച്ച. പക്ഷെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയി. ഞാനിവിടെ VFSന് കൊച്ചിയിലാണ് ഞാൻ പോയത്. VFS ചെയ്യാൻ കൊച്ചിയിലാണ് ഞാൻ പോയത്. യഥാർത്ഥത്തിൽ VFS എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇതാണ്. അത് VFS കൊച്ചിയിൽ മാത്രമാണ്, കൊച്ചിയിൽ പല സ്ഥലങ്ങളിൽ അത് VFS ചെയ്യുന്നതാണ്. നമ്മുടെ യഥാർത്ഥത്തിൽ ചെക്കിൻ്റെ എംബസിയിലാണ് നമ്മൾ പോകേണ്ടത്. ചെക്കിൻ്റെ എംബസിയിലാണ് ഇത് പോയി ചെയ്യേണ്ടത്. ചെക്ക് എംബസി വരുന്നത് ഡൽഹിയിലാണ്. അവിടെ തന്നെ നമ്മളിത് പോയി ചെയ്യാൻ വേണം. വർക്ക് പെർമിറ്റ് ആയാലും വർക്ക് പെർമിറ്റിൻ്റെ കാര്യത്തിനായാലും നമ്മൾ ഡേറ്റ് എടുത്ത് പോകേണ്ടതും അവിടെ ചെന്ന് നമുക്ക് അവിടുത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ഇതെല്ലാം ചെക്കിൻ്റെ എംബസിയിലാണ്. നിൽക്കുന്നവരും യൂറോപ്പ് കൺട്രി എന്നുള്ളൊരു സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രിയിലോട്ട് പോകാൻ, അല്ലെങ്കിൽ അങ്ങനെ സെക്കൻഡ് വിസയിൽ പോകാൻ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വർക്ക് പെർമിറ്റിന് വേണ്ടി മാത്രം എടുത്ത് ചാടാൻ നോക്കരുത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് ഈ VFS എന്ന് പറയുന്ന സംഗതി. ഈ VFSന് അവിടെ നമുക്ക് എംബസി ഡേറ്റ് കിട്ടിയ തന്നെ വേണം. എംബസി ഡേറ്റ് കിട്ടാൻ അതിന് ഇച്ചിരി പാടാണ്. അത് കിട്ടുന്നത് ഡൽഹിയിൽ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡൽഹി കൺസുലേറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹി എംബസിക്ക് ചെക്കിൻ്റെ എംബസിയിലാണ് നമ്മൾ പോകേണ്ടത്. ഈ ഒരു വോയിസ് വിട്ടിട്ട് മഹേഷിനോട് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവന് VFS ഡേറ്റാണ് കൊച്ചിയിൽ എടുത്തിട്ടുള്ളത്. അപ്പം ചെക്കിന് ഒരിക്കലും VFS ഡേറ്റ് ഇല്ല. എന്നിട്ടും അതിൻ്റെ ഉള്ളിൽ ഡേറ്റൊക്കെ ഉണ്ടാക്കി ഈ ചെയ്യുന്ന ആൾ എങ്ങനെയൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടാണ് ഇവരതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുള്ളത്. അവിടെ VFSന് ഞാൻ പോയത് 6 മണിക്ക് കൊച്ചിയിൽ വെച്ചായിരുന്നു എനിക്ക് VFS ഡേറ്റ് തന്നത്. കൊച്ചിയിലത്തേക്കാണ്. കൊച്ചിയിൽ ഞാൻ 6 മണിക്ക് എത്തിയ ഞാൻ ഈ VFS ഓഫീസിന്റെ അടുത്ത്, അതിന്റെ തൊട്ടടുത്ത് എവിടെയാണ് വന്ന് നിൽക്കാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുള്ളിക്കാരൻ വന്നത് കറക്റ്റ് 9 മണിക്ക്, 9:30ക്കാണ് എനിക്ക് ടൈം തന്നേക്കണം. 9 മണിക്ക് വന്നിട്ട് പുള്ളി ഞാൻ കൊണ്ടുപോയത് വേറൊന്നുമില്ല, എനിക്ക് യൂറോ പാസ്, എന്റെ ഒരു CV ചെയ്തതുണ്ടായിരുന്നു, പിന്നെ അഫിഡവിറ്റ് ഒന്നും ഇല്ലായിരുന്നു, പിന്നെ ഇത് എന്റെ PCC അപ്പോസ്റ്റലും ചെയ്തിട്ടില്ലായിരുന്നു. ഇതൊന്നും അവൻ പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്റെ യൂറോ പാസ് CV യൂറോ പാസും, പിന്നെ ഏത് എന്റെ ഇത് പാസ്പോർട്ട്, പിന്നെ എന്റെ PCC സാധാ PCC എടുത്തത്, അത് PCC എടുത്തത്, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു 3 ലക്ഷത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ എടുത്ത് ഇതെല്ലാം കൂടെ ആയിട്ടാണ് അവിടെ വന്നത്. അവിടെ വന്നപ്പോഴത്തേക്ക് 2-3 ഫോമുകൾ ഇതെല്ലാം കൂടെ ഇതിനകത്ത് വെച്ചു. എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ചേട്ടന്റെ വാട്സപ്പില് ടിക്കറ്റും മറ്റേ ഇൻഷുറൻസും ടിക്കറ്റൊക്കെ ആവും. ഡമ്മി ടിക്കറ്റും മറ്റേ ഇത് ട്രാവൽ ഇൻഷുറൻസും. ട്രാവൽ ഇൻഷുറൻസ് തന്നതും ഡമ്മി ടിക്കറ്റ് തന്നതും വേറെ ആരുടെയോ പേരിൽ എടുത്തതിന്റെ എന്റെ പേര് അതിനകത്ത് അടിച്ചു ചേർത്താന്ന് വ്യക്തമായിട്ട് അറിയാം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഡേറ്റ് ഏതോ ഒരു ആർക്കും എടുത്തതാണ് ഒരു ഡേറ്റ് അതിനകത്ത് കിടക്കുന്നത്. 2022-23 ആർക്കും എടുത്ത ഡേറ്റാണ്. ആ ഡേറ്റാണ് അതിൽ കിടക്കുന്നത്. അപ്പൊ ഡേറ്റ് ഞാൻ പോകുന്ന ഡേറ്റ് ഇതുമായിട്ട് വ്യത്യാസം വന്നുകൊണ്ട് അവര് തിരിച്ച് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് ഈ ടിക്കറ്റും ഇതും പറ്റത്തില്ല, ഡെബിറ്റ് ടിക്കറ്റും ഇതും പറ്റത്തില്ല, നിങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് പുള്ളിക്കാരനെ വിളിച്ച് പറയാൻ പറഞ്ഞു. പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ അടുത്ത ടിക്കറ്റും ഇതും കൂടെ എനിക്ക് അയച്ചു തന്നേക്കുന്നു. അയച്ചു തന്ന് ഞാൻ അത് കൊടുത്ത് അവിടെ പൈസ അടച്ച് എന്റെ ബയോമെട്രിക് ഇതെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പുറത്ത് വന്നു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഇത് വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കുന്നു, എനിക്ക് റിജക്ഷൻ ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ മാനസികമായിട്ട് ഞാൻ തളർന്നു. പറഞ്ഞാൽ ഇനി എന്നെ കൊണ്ട് ഒന്നും ഒരു നിവർത്തിയില്ല, ഇതും വെച്ചോണ്ട് എനിക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇനി ഞാൻ എല്ലാം കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് റീഫണ്ട് പൈസ കിട്ടിയാൽ മതി. അങ്ങനെ ഞാൻ ദുബൈയിലെ ഏജൻസിയിലെ മാഡത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ കാല് വരെ പിടിക്കാൻ എനിക്ക് തിരിച്ച് റീഫണ്ട് എനിക്ക് ഇതിന്റെ ക്യാഷ് തരാം. അപ്പൊ അവര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്ന വർക്ക് പെർമിറ്റ് ജെന്യൂൻ അല്ലെന്നുള്ള ഇത് എംബസി കൊടുത്ത് അതിന്റെ ഒരു പേപ്പർ വാങ്ങിച്ച് എനിക്ക് തിരിച്ചയച്ചു തന്നു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലോയറിന്റെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് നിങ്ങളുടെ പൈസ വാങ്ങിച്ചു തരാം എന്നാണ് പറയുന്നത്. അതായത് അവരിപ്പം ബാക്കിയുള്ളൊന്നും ചെയ്തു തരില്ല. ഈ 2 ലക്ഷത്തി എത്ര വാങ്ങിച്ചത് ഒരു വർക്ക് പെർമിറ്റിന്റെ കേസിൽ? വർക്ക് പെർമിറ്റിന്റെ കേസിൽ അവർ വാങ്ങിച്ചത് എനിക്ക് എല്ലാം കൂടെ വർക്ക് പെർമിറ്റിന്റെ കേസിൽ വാങ്ങിച്ചത് 240, അതെല്ലാം കൂടെ ചെലവായത് 290. 3 ലക്ഷം ചെലവായി നിൽക്കണം, റിജക്ഷനും കിട്ടി. ബാക്കിയുള്ള ഒരു പ്രോസസ്സിങ്ങിന് പോലും ഒപ്പം നിൽക്കണമില്ല. അപ്പൊ എമൗണ്ട് റീഫണ്ട് ചോദിച്ചാല് അതേപോലെ
മാത്രമല്ല ഇതിന് അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം മറ്റവൻ വീണ്ടും പറയുകയാണ് മേഡം തന്ന അവൻ ഈ ചെയ്ത് ഇത് റിജക്ഷൻ വന്നപ്പോഴത്തേക്ക് അവൻ പറയുന്നതാണ് അത് റിജക്ഷൻ വരാൻ എന്ത് ചേട്ടാ അത് കാര്യം അത് ഇങ്ങോട്ട് കോപ്പി എടുത്ത് അയച്ച എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തു. ഈ റിജക്ഷൻ വന്ന ലെറ്റർ ഞാൻ അവനെ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പോഴാണ് പറഞ്ഞത് ചേട്ടാ അതുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് ഇനി അപ്പീലിന് പോവാം. അപ്പീലിന് പോകുമ്പോ അവിടെ വെച്ച് ശരിയായിക്കോളും. ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി അപ്പീലിന് പോകണമെന്ന്. അത് അപ്പീലിന് പോകാൻ ചേട്ടാ ഇവിടുന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എന്താ. ഞാൻ പറഞ്ഞു പൊന്നു ചേട്ടാ എന്റെ കയ്യിൽ ഇനി പൈസ ഇല്ല, എനിക്ക് ഇനി അപ്പീലിന് പോകണില്ല, ഞാൻ ഇതിന് പറഞ്ഞതുമില്ല. എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഓഫീസ് വഴിയുള്ള ഇപ്പൊ ഇവരെ ഓഫീസിൽ കൂടെ ഈ ഇവിടെ കാണിക്കുന്ന ഒരാളാണ് എനിക്ക് ഈ VFS എടുത്തു തന്നത്. അടുത്ത രണ്ടാമതും അവര് അവനെ ഒഴിപ്പിച്ചിട്ട് അവൻ പൈസ മാറ്റി. അവിടെ നമ്മള് 12,000 രൂപ VFS ഓഫീസിൽ നമുക്ക് അടയ്ക്കേണ്ടി വന്നു. പിന്നെ രണ്ടാമത് 10,000 രൂപ ട്രാവൽ ഇൻഷുറൻസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു. എല്ലാം കൂടെ എനിക്ക് ചെലവ് അവിടെ 10-25 രൂപ ചെലവായി. ഇപ്പൊ ആ പൈസയും കിട്ടിയിട്ടില്ല. രണ്ടാമത് ഇപ്പോ ഞാൻ വീണ്ടും എടുത്ത് ഞാൻ മേഡത്തിന് പറഞ്ഞു ഇനി പോവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഉള്ളൂ ഈ വർക്ക് പെർമിറ്റിന്റെ കാലാവധി. സെപ്റ്റംബർ വരെ ഉള്ളൂ. ഇപ്പൊ അവർ വീണ്ടും ഒരു ട്രിവാൻഡ്രത്തുള്ള ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പൂന്തറയുള്ള ഒരു ഏജന്റിനെ തന്നിരിക്കുകയാണ്. ആ പുള്ളി ഇത് VFS ചെയ്തു തരുമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളി സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഈ VFS ഈ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഈ വർക്ക് പെർമിറ്റ് വഴി നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അത് എന്ത് കാര്യം എന്ന് ഞാൻ ചോദിച്ചവൻ പറഞ്ഞു ഇത് ജെന്യൂൻ അല്ല എന്ന് പുള്ളി. അതായത് ഇനിയും നീ മറ്റേ ഡേറ്റ് എടുത്ത് കയറി ചെന്നിട്ട് കാര്യമല്ല, ഈ വർക്ക് പെർമിറ്റ് നിനക്ക് വിസ അടിച്ച് കിട്ടൂല എന്ന് തന്നെ അർത്ഥം. അതെ. അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുത്തിട്ട് എമൗണ്ട് കളഞ്ഞിട്ട് കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം. അതായത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നിനക്കൊരു വർക്ക് പെർമിറ്റ് തന്നു, അതിൻ്റെ പേരും പറഞ്ഞു 240 വാങ്ങി, നിനക്ക് ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം റുപ്യ ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി. ഇപ്പം റിജക്ഷൻ വന്നിട്ട് റിട്ടേൺ എമൗണ്ട് ചോദിച്ചിട്ട് അവരിപ്പോൾ തരുന്നുമില്ല. ഇപ്പം ഒരു 50,000-40,000 പോവുകയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിപ്പോൾ ഫുൾ എമൗണ്ട് പോയി കിടക്കുകയാണ്. അതല്ലേ ഇതാണിപ്പോൾ സീന്. ഇപ്പം കേട്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണിപ്പം ദുബായിൻ്റെ ഒരു പറ്റിപ്പിൻ്റെ മറ്റൊരു വശം. മറ്റൊരു നല്ല തന്നെയാണ് സംഭവിക്കുന്നത്. വർക്ക് പെർമിറ്റ് കിട്ടും, ഞാൻ അന്നും ഇന്നും പറയലുണ്ട്. മറ്റൊരു വശമല്ല ദുബായില് ഈ സ്കാം എന്ന് പറയുന്നത് ഇവര് പാകിസ്ഥാനി ലേഡി ഒരു മേടായിട്ട് എത്തിക്കൊണ്ട് ബാക്കി മലയാളികളെ വെച്ച് അവര് നടത്തുന്ന ഒരു നല്ലൊരു വൻ തട്ടിപ്പ് കേന്ദ്രമാണ്. നമ്മൾ മലയാളികൾ നാട്ടിൽ നിന്ന് തല വെക്കുന്നുണ്ട്, ദുബായിൽ നിന്ന് മാത്രമല്ല നാട്ടിൽ നിന്നും തല വെക്കാണ് ഇതേപോലെ വിശ്വാസത്തിന്റെ പുറത്ത്. ഒന്നാമത് നിങ്ങളെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ നിങ്ങളും പോയി, ഉറപ്പ് ഒരു വിശ്വാസം കിട്ടിയപ്പോൾ പോയി പൈസ കൊടുത്തു. ഞാൻ എന്റെ മാഡം ഞാനിപ്പോ ഈ പറഞ്ഞ ഈ എന്റെ ഓഫീസില് ആ മാഡത്തിനെ ഞാൻ വിളിച്ച് എന്നെ അറിയാന്നുള്ള ഒരാളിനെ കൊണ്ട് ഞാൻ നല്ലപോലെ സംസാരിപ്പിച്ചു. അവര് ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോ നിങ്ങൾ കേസ് കൊടുക്കാൻ പോവേണ്ട, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്തെടുക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്കുണ്ടോ? ഇവർക്ക് നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്തെടുക്കാനുള്ള ലൈസൻസ് ഇവർക്കില്ല. ഇവർക്ക് ഗൾഫില് അവരുടെ ഓഫീസിന് മാത്രമുള്ള ലൈസൻസേ ഉള്ളൂ. ഇവർക്ക് നാട്ടിൽ നിന്ന് ആളിനെ എടുക്കേണ്ട ലൈസൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഇത് കേസ് മുഖാന്തരം മുമ്പോട്ട് പോവാൻ ചെയ്യാം. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ഇപ്പൊ ഞാൻ ഈ ചെക്ക് റിപ്പബ്ലിക്കിന്റെ നമ്മുടെ ഈ ഇന്ത്യയിലുള്ള ഗ്രൂപ്പിലുള്ള എല്ലാരെയും എനിക്ക് ഇപ്പൊ ഞാൻ ചേട്ടനായാലും ഒരു ഇപ്പൊ എനിക്കൊരു നല്ലൊരു സന്ദേശം കൊടുക്കാനും പറ്റി, എനിക്ക് എന്റെ വിഷമങ്ങൾ പറയാനും പറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്റെ പ്രിയ സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും ഞാൻ കൈകൂപ്പി പറയുന്നതാണ്, നിങ്ങള് ഒരു കാരണവശാലും ഇതേപോലെയുള്ള ചതി പരിപാടികളിൽ എന്ന് പറഞ്ഞാൽ ചതിക്കാൻ വേണ്ടി മാത്രം ദുബായ് ഏജൻസി എവിടെ ഏത് നാട്ടിലായാലും ഇതേപോലെ തന്നെ പറ്റിക്കുകയാണ്. ആൾക്കാർ നല്ലപോലെ ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി കൊടുക്കണതാണ്. അതാണ് ഇതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അതെ, അതും വേറെ ആരതുമല്ല. ചിലപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വൈഫിൻ്റെതായിരിക്കും, ചിലപ്പോ നിങ്ങളുടെ ബന്ധുക്കളുടേതായിരിക്കും. പലരുടെയും കഷ്ടപ്പെട്ട് പലരും വാങ്ങിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഹങ്ങൾ നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളായിരിക്കും ബുദ്ധിമുട്ടുകൾ. എന്നെ പോലെ ആയിരിക്കും, എന്റെ ബുദ്ധിമുട്ടിനെ കാട്ടി അപ്പുറത്തെ ബുദ്ധിമുട്ടിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെടിക്കാന്നുള്ള വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് ഞാൻ ഈ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക്
ഞാൻ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഞാനിപ്പോ അതുകൊണ്ട് തന്നെ കുറെ ഗ്രൂപ്പും കുറെ കാര്യങ്ങളും അതിനൊക്കെ ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കുറെ ആൾക്കാർ എന്നാലും ആഗ്രഹത്തിന്റെ പുറത്ത് പോയി പിന്നെയും പെടും, സ്വാഭാവികമാണ്. ആഗ്രഹത്തിന്റെ പുറത്തല്ല നമ്മളെ ഗ്രൂപ്പിലായാലും ഞാൻ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയണം, ഗ്രൂപ്പിലായാലും ശരി തന്നെ. ചേട്ടൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മളിപ്പോ ഈ മെസ്സേജ് കണ്ടു, ഇപ്പൊ ഇങ്ങനെ അതായത് പൈസ കൊടുക്കരുത്, ആരും അറിയാതെ എന്റെ ഗ്രൂപ്പ് വഴി ആർക്കും പൈസ കൊടുക്കരുത്, ഇടപെടരുത്. പക്ഷേ വീണ്ടും തട്ടിപ്പിന് ഇരയാക്കാൻ വേണ്ടി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആൾക്കാർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇങ്ങനെ വിസയുണ്ട്, അർമാനിയിലൊക്കെ ഉണ്ട്, നാളെ 2 മാസത്തിനകത്ത് കിട്ടും, 1 മാസത്തിനകത്ത് കിട്ടും, 10 ദിവസം കൊണ്ട് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതെ മനസ്സിലായി. അതായത് നമ്മൾ വാണിങ് ഞാൻ കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതിൽ ഏതാണ് ഏജന്റ് ഏതാണ് സാധാരണക്കാരെന്ന് അറിയില്ല. ഇതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാറുണ്ട്. മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴിയും ട്വിറ്റർ വഴിയും കണ്ട് ഒരു ജോലിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കരുത്. അതില് ഈ ആഡുകൾ വരുന്നുണ്ടാവും, 100% ഫേക്കാണ്. ആഡുകൾ വരുന്നുണ്ടാവും, അതായത് ഈ പരസ്യം എങ്ങനെ വരിക. അതെ ആടുകൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഇപ്പൊ ഒരെണ്ണത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ മാഷ, നമുക്ക് ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു സൈഡ്. പക്ഷെ നിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയണവർ നോക്കാം. നമുക്ക് ഈ ദുബായ് ആയിട്ട് നമുക്കെല്ലാം കണക്ഷൻ വെച്ചിട്ട് നമുക്കൊന്ന് പറ്റി നോക്കാം. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് നമുക്ക് എന്താവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ മാഷാ. ഞാൻ വേറൊരു കാര്യം വിചാരിക്കുന്നുണ്ട്, വിജയിക്കുമെന്ന് അറിയില്ല. ഞാനിന്ന് പറയണമെന്നുള്ളൂ, പക്ഷെ ഞാൻ ഇതിവിടെ ചേട്ടൻ ചോദിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ മനസ്സ് പൊട്ടിപ്പോകും. അതെനിക്കറിയാം അതിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവണ്ടേ. ഞാൻ വേറൊരു കാര്യം വിചാരിക്കണ്ടേ, ഈ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള പോലെ തന്നെ കമ്മീഷൻ, ഇതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി, അതായത് കുറെ ആൾക്കാർ ക്യാഷ് പോയിട്ടുണ്ടല്ലോ, അവരെ എല്ലാത്തിനും കൂട്ടിയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ നോക്കണം. ഈ പോയി പെട്ടിരിക്കുന്നവരെ ഇതേപോലെ ക്യാഷ് അവരെല്ലാരും കൂടിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാകാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയുന്നത്, മെയിനായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോഴേക്കും 10 പൈസ കൊടുക്കരുത്. 10 പൈസ കൊടുക്കാതെ ആദ്യം അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ആളിന്റെ ഫോട്ടോസ് വാങ്ങിക്കണം. നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഓണർ നിങ്ങൾ ആരാണ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽ ഫുള്ള് വാങ്ങിക്കണം. രണ്ടാമത് നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ ആണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതായത് ഇപ്പൊ നീ ഒരാളെ വിളിക്കുമ്പോൾ ഇപ്പൊ സ്റ്റാഫാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫിനോട് ഒറ്റ കാര്യം ചോദിക്കാം, നിങ്ങൾ ഓണറോട് സംസാരിക്കണം, ഓണർ ഡീറ്റെയിലും കിട്ടണം, ആധാർ കാർഡ് അടക്കം. അത്ര ജെന്യൂൻ ആണെങ്കിൽ അവരത് തരട്ടെ അല്ലേ? നിങ്ങളുടെ ഐഡി പ്രൂഫ് കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറയാം. അപ്പൊ സാറ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിയുടെ ഒരു ഐഡി. പക്ഷെ മാഷ ഞാൻ പറയട്ടെ, ഇപ്പൊ നീ ആ ഒരു ലേഡീന്റെ ഇത് വാങ്ങി പ്രൂഫ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നിന്റെ പോലെ തന്നെ ഒരു ജോലിക്ക് വന്ന ആളാണെങ്കിലോ അവിടെ, അതാ ഞാൻ ചോദിക്കണേ. നിന്റെ പോലെ ഒരു പ്രാരാബ്ദത്തിൽ നിന്ന് പെട്ടിട്ട് അവിടെ ഒരു ഇന്റർവ്യൂവിൽ കിട്ടിയ ഒരു ജോലിക്ക് കയറിയ ഒരു പെണ്ണാണെങ്കിൽ അവളെ ഐ ഡി കാർഡാണ് നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇതിൽ വലിച്ചിട്ട് എന്താ കാര്യം? അവിടെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. അതായത് ഇതിന്റെ ഓണറാണ് നമുക്ക് ഐ ഡി കാർഡ് കിട്ടേണ്ടത്, അല്ലാതെ സ്റ്റാഫിന്റെ അല്ല. ഓണർ ആരാണെന്നുള്ളത് എനിക്കറിയാന്നുള്ളത് ഇപ്പൊ കോണ്ടാക്ട് ചെയ്താൽ കിട്ടുന്നതും പാകിസ്ഥാനിയാണ്. അവരെ നമ്പറൊക്കെ ഉണ്ട്, കോണ്ടാക്ട് ചെയ്താൽ കിട്ടുകയും ചെയ്യും. പാകിസ്ഥാനിയാണോ? അവര് പാകിസ്ഥാനിയാണ്. എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പാകിസ്ഥാനിയാണ്, ഞാൻ ഇവിടെ വന്ന് ആയതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ഇനി വലിച്ചു കിട്ടി വീഡിയോ വലുതാക്കി കൊണ്ടിട്ട് കാര്യമില്ല. എന്തായാലും A to Z നിന്റെ കാര്യങ്ങൾ ചെയ്ത് നീ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഇതിപ്പം എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. എനിക്ക് എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരു ആഗ്രഹം എനിക്കുള്ളൂ. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുന്നതാണ്. ഞാൻ പെയിന്റിംഗ് തൊഴിലാളിയാണ്. എനിക്ക് നാട്ടിലത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാല്ല. ഇപ്പം മഴയും കാര്യങ്ങളും എല്ലാം കൊണ്ട് കഷ്ടപ്പെട്ടുകയാണ്. ഒരുപാട് മോഹങ്ങളും ചിന്തകളും ഉണ്ടായിരുന്നു. വന്ന് എങ്ങനെയെങ്കിലും ഈ വീടും എന്റെ അമ്മയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം. പക്ഷെ എന്നെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും ഈ പൈസ എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി നിങ്ങള് ആർക്കെങ്കിലും ബന്ധങ്ങളോ പിടിപാടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ദുബൈയിലുള്ള എന്റെ പ്രിയ സുഹൃത്തുക്കളോടും ഞാൻ പറയുന്നതാണ്, എല്ലാരും ഇത് കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത്രയും വലിയ ഉപകാരമായി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കണം മാഷേ, നമുക്ക് നോക്കാം. ഞാൻ തന്നെ റെഡിയാക്കി തരാം. എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യണം കേട്ടോ.
നമുക്കൊരു മാർഗ്ഗം ഉണ്ടാക്കത്തിന് ഞാനും ഉണ്ടാവും. നമുക്ക് ഇതേപോലെ തന്നെ ആരെങ്കിലും നമുക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ അവരെയും കൂട്ടിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും മാഷ ഞാൻ എന്നാൽ വിളിക്കാം. ഇതൊന്ന് തീരുമാനമാക്കിയിട്ട് ഞാൻ വിളിക്കാം കേട്ടോ അതിനെ. ഓക്കെ ടാ, താങ്ക് യൂടാ, ഞാൻ വിളിക്കാം. പിന്നെ കണ്ടില്ല നിങ്ങൾ, ലോകത്തിൻ്റെ ഏത് മൂലക്കൊക്കെ കയറണമല്ലായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. കാരണം എന്താ വെച്ചാൽ ഇത് ഒരാളെ കേസല്ല, ഇത് ഒരുപാട് ആൾക്കാരുടെ കേസാണ്. ഇപ്പോൾ ഇയാൾ പറഞ്ഞത് ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ക്യാഷ് പോയി എന്ന് പറയുമ്പോൾ, കിട്ടണില്ല എന്ന് പറയുമ്പോൾ, അതിന് ലീഗലായിട്ട് പല രീതിയിലും നീങ്ങണം എന്ന് പറയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ്റെ ഒരു സിറ്റുവേഷനാണ് അവൻ പറഞ്ഞത്. ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവനവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ റിജക്ഷൻ ആയാലും സാധാരണ ചില ആൾക്കാർ ഇതേപോലത്തെ പേപ്പറൊക്കെ ചെയ്യണ പോലെ ചെയ്യലെന്ന് വെച്ചാൽ ഒരു ചെറിയ എമൗണ്ട് പിടിക്കും. അതായത് ചിലപ്പോൾ ഒരു പേപ്പറൊക്കെ നടന്നതിൻ്റെ ഇതിൽ ഒരു ചിലപ്പോൾ 30,000, 40,000, 50,000 വരെയൊക്കെ പിടിച്ചിട്ട് വെച്ചാൽ നടന്നിട്ടുണ്ടാവും. ഇവരെ കൈക്ക് ലാഭം എടുത്തതാവില്ല, എംബസി കൊണ്ടുപോയതാവും. അതൊക്കെ പിന്നെ കണ്ടറിഞ്ഞ് എടുത്തിട്ട് ബാക്കിയെല്ലാം അമൗണ്ട് തിരിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് 2 സംതിങ് ആണ് പോയിട്ടുള്ളത്. അതെങ്ങനെ നോക്കിയാലും അവരെ കയ്യിൽ ആ ദുബായ് ഏജൻസിൻ്റെ കയ്യിൽ തന്നെ അതുണ്ടാവും അത്യാവശ്യം എമൗണ്ട്. അവരത് തിരിച്ചു കൊടുക്കില്ല. അവിടെയാണ് ഇപ്പോൾ പ്രശ്നം. അപ്പോൾ ഞാൻ ഇതിന് മുന്നും പറയണ പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. എമൗണ്ട് വേറൊരു ഓഫർ സംഭവം ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫിലായാലും അവനറിയാം അവിടെ ഒരു ഏജൻസി എന്ന് പറയുമ്പോൾ ഇതിന് ക്യാഷ് കൊടുക്കാൻ നിൽക്കണ്ട. അവസാനം അവനും അതിൽ നിന്ന് കൈ ഒഴിഞ്ഞ് പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയി പെടാൻ നിൽക്കല്ലേ. മാക്സിമം എന്താ പറയുക, ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിനൊക്കെ ഇറങ്ങിയാൽ മതി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ടും ഇൻഫർമേഷനിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബഷറാണ്.